അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ആഗതമാവുകയാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അണിനിരന്ന് ഒരു പൊങ്കാലയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ക്ഷേത്രമാണ് ആറ്റുകാലിലത്. ഈ പൊങ്കാലയിൽ പങ്കുകൊള്ളാൻ ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരും. തദ്ദേശീയർ മാത്രമല്ല, വിദേശീയർ പോലും ഇവിടെ പൊങ്കാല അർപ്പിക്കാൻ എത്തിച്ചേരുന്നതാണ്. അത്രയ്ക്ക് വിശിഷ്ടമാണ് ഈ പൊങ്കാലയ്ക്ക് ഇത്രയും ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നതെന്ന് പറഞ്ഞാൽ അവർക്കറിയാം ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിർവൃതി, അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന ഒരു ഈശ്വര വാഴ്ച. അത്രയും നാളും ഈശ്വരാധീനം നഷ്ടപ്പെട്ട് കിടന്നവർക്കൊക്കെ ഒരു ഉണർവുണ്ടാകാൻ, ഒരു സ്ത്രീകളുടെ ശബരിമല എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ ക്ഷേത്രം അത്രത്തോളം ശക്തി ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒന്നാണ്. നമസ്കാരം, ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ RJ ഹരിചന്ദ്ര മഠം. അമ്മേ നാരായണ. സർവചരാചരങ്ങളുടെയും അമ്മയാണ് ആദിപരാശക്തി. ദേവന്മാരും മനുഷ്യരും അസുരരും തുടങ്ങി പ്രപഞ്ചം തന്നെ അമ്മയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ആ അമ്മയോട് മക്കൾക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, അപേക്ഷിക്കാം. പക്ഷെ അത് പൂർണ്ണമായ സമർപ്പണ മനോഭാവത്തോടു കൂടിയായിരിക്കണം, ത്യാഗത്തോടെ ആയിരിക്കണം, തികഞ്ഞ ഭക്തിയോടെ ആയിരിക്കണം. ഇങ്ങനെ ഭക്തിയും ശ്രദ്ധയും ത്യാഗവും എല്ലാം നിറച്ച് ഭക്തലക്ഷങ്ങൾ വർഷം തോറും നടത്തുന്ന ദേവീ പൂജയാണ് അല്ലെങ്കിൽ വഴിപാടാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. പൊരിവെയിലും ആറ്റുകാൽ പൊങ്കാലയിട്ട് മനമുരുകി പ്രാർത്ഥിച്ചാൽ സഫലമാകാത്ത ആഗ്രഹങ്ങളൊന്നുമില്ല. വിധിയാവണ്ണം വ്രതമെടുത്ത് സ്വയം നേദ്യം ഉണ്ടാക്കി അമ്മയ്ക്ക് നേദിക്കാമെന്നത് തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇങ്ങനൊരു അവസരം ഭക്തരായ സ്ത്രീകൾക്ക് ലഭിക്കുന്നത്. ആ ദിവസം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, വിദേശങ്ങളിൽ നിന്ന് വരെ കണ്ണകി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ആറ്റുകാലിൽ പൊങ്കാലയിടാൻ വരാറുണ്ട്. അമ്മയ്ക്ക് പൊങ്കാലയിട്ട് അഭീഷ്ടസിദ്ധി നേടിയെടുക്കുന്നത് അനേക ലക്ഷം ഭക്തരാണ്. അതുകൊണ്ട് തന്നെയാണ് വർഷം തോറും പൊങ്കാലയ്ക്കെത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത്. സന്താന സൗഭാഗ്യം, മംഗല്യഭാഗ്യം, രോഗവിമുക്തി, ഉദ്യോഗലബ്ധി, സ്ഥാനക്കയറ്റം, വിദ്യാവിജയം എന്ന് വേണ്ട അന്യർക്ക് ദോഷമുണ്ടാകാത്ത എന്തും അമ്മയ്ക്ക് വഴിപാട് നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ, അവിടെ ഒരു പൊങ്കാലയിട്ടാൽ ഭക്തർക്ക് ലഭിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട. മനസ്സും ശരീരവും ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് നമ്മൾ ഈ അക്ഷരാർത്ഥത്തിൽ പൊങ്കാല എന്ന് പറയുന്നത്. കുംഭത്തിലെ കാർത്തിക മുതൽ 10 ദിവസമാണ് ആറ്റുകാൽ ദേവിയുടെ പൊങ്കാല മഹോത്സവം. 9ാം ദിവസമായ പൂരത്തിനായിരിക്കും ആറ്റുകാൽ പൊങ്കാല നടക്കുക. ഇക്കൊല്ലം, അതായത് 2026 വർഷം, ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം ഫെബ്രുവരി മാസം 23-ാം തീയതി, അതായത് 1201 കുംഭമാസം 11-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 5:30 പാടി കാപ്പുകെട്ടി കുടിയിരുത്തോടുകൂടി ആരംഭിക്കുകയാണ്. മാർച്ച് 3-ാം തീയതി കുംഭം 19 ചൊവ്വാഴ്ച പൊങ്കാല സമർപ്പണം, താലപ്പൊലി, കുത്തിയോട്ടം എന്നീ ചടങ്ങുകൾ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടക്കുന്നു. മാർച്ച് 4-ാം തീയതി കുംഭ 20-ാം തീയതി ബുധനാഴ്ച രാത്രി 9:45 കാപ്പഴിച്ച് കുടിയിളക്കുന്നു. അന്നേ ദിവസം രാത്രി 12:25 നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടി പൊങ്കാല ഉത്സവം സമാപിക്കുന്നു. പൊങ്കാല ഉത്സവം 2026 മാർച്ച് 3-ാം തീയതി രാവിലെ 9:45 തുടങ്ങുന്നത്. അതായത് പൊങ്കാല നമ്മൾ ഇടാൻ പോകുന്നത് 9:45. അപ്പോഴാണ് നമുക്ക് അഗ്നി പകർന്ന് കിട്ടുക. ഉച്ചതിരിഞ്ഞ് 2:15 പൊങ്കാല നിവേദ്യം. രാവിലെ 9:45 തുടങ്ങി ഉച്ചതിരിഞ്ഞ് 2:15 പൊങ്കാല നിവേദ്യം നടത്തിയിട്ട് നമുക്ക് നമ്മുടെ ഗൃഹങ്ങളിലേക്ക് അമ്മയുടെ അനുഗ്രഹവും പേറി മടങ്ങിപ്പോകാമെന്ന് സാരം. ഇനി നമുക്ക് പൊങ്കാലയുടെ ഫലങ്ങളിലേക്ക് നോക്കാം. പൊങ്കാലയ്ക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചെയ്യണം. ദേവിക്ക് ശർക്കര പായസമാണ് ഏറ്റവും ഇഷ്ടം. അതിന് ഉണക്കലരി, നാളികേരം, ശർക്കര, ചെറുപഴം, തേന്, പഞ്ചസാര, കൽക്കണ്ടം, ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവ ഉണ്ടായിരിക്കണം. ഇതിൽ തേന് എല്ലാവരും ഒന്നും ഉപയോഗിക്കുന്നില്ല. തേനുണ്ടെങ്കിൽ കൊള്ളാമെന്നേ ഉള്ളൂ. ഇതുകൂടാതെ വെള്ളച്ചോറ്, പാൽപ്പായസം, മണ്ടപ്പുറ്റ്, തെരളി മുതലായവ ദേവിക്ക് നിവേദിക്കാം. അടയും ഉണ്ടാക്കി നിവേദിക്കാം. ഇവ ഓരോന്നും നേദിക്കുന്നതിന്
ഓരോ ഫലങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ശർക്കര പായസമാണ് ദേവിക്ക് ഏറ്റവും പ്രിയകരം. ഭയഭക്തിയോടുകൂടി അഹങ്കാരം കളഞ്ഞ് ശർക്കര പായസം നേദിച്ചാൽ അഭീഷ്ട സിദ്ധി ഉണ്ടാവും. ഈ പായസം എന്ന് പറയുമ്പം അരി നന്നായിട്ട് വേകണം കേട്ടോ. അർദ്ധ അവസ്ഥയിൽ അരി വേവിച്ചെടുത്ത് കടും പായസം പോലെയല്ല ഇടുന്നത്. ഇത് പൊങ്കാലയ്ക്ക് അരി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമായിട്ടായിരിക്കും ശർക്കര ഇടുക. നിങ്ങൾ കുറച്ച് വേവിച്ച് കഴിഞ്ഞ ഉടനെ ശർക്കര ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ അരി വേവില്ല. പലപ്പോഴും ചിലർക്ക് പറ്റുന്നതാണ്, അരി തിളച്ചു തുടങ്ങുമ്പോഴേ ശർക്കര ഇടും, പിന്നെ അരി വേവില്ല, ഒരു തരം അരവണ ഷേപ്പിൽ കാണപ്പെടും. പ്രത്യേകിച്ചൊരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യാവുന്ന വഴിപാടാണ് വെള്ള നിവേദ്യം. എന്തെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ പറഞ്ഞിട്ട് നമുക്ക് ആ വഴിപാട് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ശർക്കര പായസത്തിനോടൊപ്പമാണ് വെള്ള ചെയ്യേണ്ടത് കേട്ടോ. പാൽപ്പായസവും പ്രത്യേക ആഗ്രഹങ്ങൾക്കുള്ള വഴിപാടാണ്. തലവേദന, കഴുത്തിന് മുകളിലുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് മണ്ടപ്പുറ്റ് ഫലപ്രദമാണ്. ദേവിയുടെ മറ്റൊരു ഇഷ്ടനിവേദ്യമാണ് ഈ മണ്ടപ്പുറ്റ് എന്ന് പറയുന്നത്. മണ്ടപ്പുറ്റ് നിർമ്മാണത്തിന് പല രീതികളുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തേക്കുന്ന ആൾക്കാർ തന്നെ അത് പറഞ്ഞുതരും. മണ്ടപ്പുറ്റ് നേദിച്ച് ശിരോരോഗങ്ങൾ ശമിപ്പിച്ച നിരവധി അനുഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട് കേട്ടോ. മണ്ടപ്പുറ്റ് നിർമ്മാണം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ ഒരു റെസിപ്പി ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ ശ്രമിക്കാം. ധനധാന്യ സമൃദ്ധിക്കാണ് തെരളി വഴിപാട്. എന്തൊക്കെ നേദിക്കണമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ട സാധനങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കണം. ഒപ്പം പൊങ്കാല ഇടാനുള്ള പുത്തൻ മൺകലം വേണം, ചൂട്ട്, കൊതുമ്പ് തുടങ്ങിയ സാധനങ്ങൾ ഒരുക്കി വയ്ക്കണം. പുത്തൻ മൺകലത്തിൽ പൊങ്കാല ഇടുന്നതിലൂടെ ദേവീസന്നിധിയിൽ സ്വയം സമർപ്പിക്കപ്പെടുന്നതായിട്ടാണ് സങ്കല്പം. മൺകലം മനുഷ്യ ശരീരവും അതിലെ നിവേദ്യം മനസ്സും എന്നതാണ് സങ്കല്പം. ചിലർ വർഷങ്ങളായി പൊങ്കാലയ്ക്കുള്ള പാത്രങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ശുദ്ധമായിട്ട് സൂക്ഷിച്ചു വെച്ചാൽ അതിൽ പൊങ്കാലിടുന്നത് തെറ്റില്ല. എന്നാൽ പുത്തൻ മൺകലം തന്നെയാണ് ഉത്തമം. മൺകലം കരി പിടിച്ചത് കൊണ്ടൊന്ന് ഇടാതിരിക്കുന്നതാണ് നല്ലത്. പൊങ്കാലയിട്ട കലം വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്നുണ്ട്. അതായത് മൺകലം, അല്ലാതെ നമ്മൾ ചെമ്പ് കലത്തിലോ അല്ലെങ്കിൽ വെങ്കല കലത്തിലോ ഒക്കെ ഇട്ടിട്ട് അത് വീട്ടിൽ പൊങ്കാലയ്ക്കൊന്നും എടുത്തുവിടാ, അങ്ങനെയൊന്നുമല്ല. നമുക്ക് മൺകലമാണെങ്കിൽ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ചിലർ കറികളൊക്കെ ഉണ്ടാക്കാൻ പിന്നെ എടുക്കും. നോൺ വെജൊക്കെ ചിലപ്പോൾ അതിൽ പാചകം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതിൽ ഈ പൊങ്കാലയിട്ട കലം നമ്മൾ പിന്നീട് മൺകലം ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൽ തുളസി, പിച്ചി തുടങ്ങിയ ചെടികൾ നട്ടുവയ്ക്കുന്നത് നന്നാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ കലം അക്ഷയപാത്രം എന്ന് സങ്കല്പിച്ച് കഴുകി വൃത്തിയാക്കി കുറച്ച് അരി ഇട്ട് വയ്ക്കാം. ദിവസവും വീട്ടിലേക്ക് അരി എടുക്കുമ്പോൾ ഈ കലത്തിൽ നിന്ന് ഒരു പിടി അരി കൂടി അതിലിടാം. അന്നത്തിന് മുട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പൊങ്കാല അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് അടുപ്പിൽ മുന്നിൽ നിറനാഴിയും നിറപറയും വെച്ച് വിളക്ക് വയ്ക്കാൻ പറ്റുന്നവർ അത് ചെയ്യണം, കത്തിച്ച് വയ്ക്കണം. കുറച്ച് ജലം കരുതിയിട്ട് അതുകൊണ്ട് തളിച്ചിട്ട് വേണം പൊങ്കാലക്കലം അടുപ്പത്തേക്ക് വയ്ക്കേണ്ടത്. ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പ് തന്ത്രിയും മേൽശാന്തിയും കൂടി കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള തീ പെട്ടെന്ന് തന്നെ നമുക്ക് പകർന്നു കിട്ടും. അത് വെച്ച് നമുക്ക് മറ്റടുപ്പുകളും കത്തിക്കാം. പൊങ്കാല അടുപ്പ് കത്തിക്കുമ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന മന്ത്രം ജപിക്കണം. എല്ലാവരും ജപിക്കും, ചിലർ കുരവയിടും. പൊങ്കാല തിളയ്ക്കുന്നവരെ ദേവീ പ്രാർത്ഥനയായിട്ട് നിൽക്കുന്നത് ഐശ്വര്യദായകമാണ്. പൊങ്കാലയ്ക്കുള്ള അരി കലത്തിലിടുമ്പോഴും ദേവിയെ സ്തുതിച്ച് വേണം നമ്മൾ ഇടേണ്ടത്. നാമവും മന്ത്രവും അറിയാത്തവർ ദേവി പ്രസീത പ്രസീത എന്ന് ഉരുവിടുകയോ ആറ്റുകാലമ്മയെ നമോ നമ എന്ന് ജപിക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ അമ്മയെ നാരായണ, ദേവി നാരായണ ജപിക്കാമല്ലോ. പൊങ്കാല തിളച്ച് തൂങ്ങുന്നതിൻ്റെ ഫലത്തെക്കുറിച്ച് പലരും തെറ്റായിട്ടൊക്കെ പറയാറുണ്ട്. ഇന്ന 4 ദിക്കുകളിലേക്ക് തൂങ്ങുന്നത് കൊണ്ട് 4 ഫലങ്ങളാണ് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അതൊന്നും ഇവിടെ കണക്കിലെടുക്കേണ്ടതില്ല. നിങ്ങൾ പൊങ്കാല മനസ്സർപ്പിച്ചിട്ടു ഏത് ഭാഗത്തേക്ക് തൂകിയാലും അമ്മയുടെ ഇഷ്ടമെന്നാണ് നിങ്ങളതിനെ കണക്ക് കൂട്ടേണ്ടത്. കിഴക്കോട്ട് തൂക്കിയാൽ ഗുണം, തെക്കോട്ട് തൂക്കിയാൽ ദോഷം, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ തിളച്ച് തൂവുമ്പോൾ തെക്കോട്ടായിപ്പോയാൽ അത്രയും നേരം കഷ്ടപ്പെട്ട് അവിടെ നടയൊന്ന് അമ്മയെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു ഭക്തയ്ക്ക് ഇതിലപ്പുറം മനസ്താപം ഉണ്ടാവാൻ വേറൊന്നും വേണ്ട, ഇല്ലേ? അപ്പോൾ അത് അങ്ങനെയൊന്നുമില്ല. ഇത് വീടുകളിൽ പാല് കാച്ചി ചടങ്ങിന് നമ്മൾ അകത്ത് വെച്ച് പാല് കാച്ചുമല്ലോ, അന്നേരം കിഴക്കോട്ട് തിളച്ച് തൂവണം എന്നൊരു വിധി ഉണ്ട്. അത് വാസ്തുപരമായിട്ടുള്ള വിധിയാണ്. ഈ വിധിയെടുത്ത് പൊങ്കാലയിൽ ആ പൊങ്കാല തിളയ്ക്കുമ്പോൾ ഇങ്ങനെ തന്നെ തൂവണം എന്ന് ചിലർ പറഞ്ഞു വെച്ചതാണ്. പിന്നെ ഇതൊരു പാട്ടുപോലെ ആയി. എവിടെ തിരിഞ്ഞാലും ഏത് മാഗസിനിലും നോക്കിയാലും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാണാറുള്ളത്. ഒരിക്കലും അത് കറക്റ്റായിട്ടുള്ള കാര്യമല്ല. അതിൽ മനസ്താപം പലർക്കും ഉണ്ടാവും. പിന്നെ ഈ പൊങ്കാല കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ഇട്ട പൊങ്കാല തെറ്റായിപ്പോയോ എന്ന് ചോദിച്ച് വിളിക്കുന്ന എത്രയോ പാവപ്പെട്ട ഭക്തജനങ്ങളുണ്ട്. ഞാനതുകൊണ്ടാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണേ,
പൊങ്കാല എങ്ങോട്ട് തിളച്ച് തൂവുന്നു എന്നുള്ള നോക്കണ്ട, നിവേദ്യം വയ്ക്കുമ്പോൾ അങ്ങനെ നോക്കണ്ട. എന്നാൽ പിന്നെ എന്നും അമ്പലങ്ങളുടെ തിളപ്പള്ളിയിൽ നിവേദ്യം വയ്ക്കുമല്ലോ. അപ്പോൾ അത് എന്നും തിളച്ച് തൂവുന്ന എങ്ങോട്ടാ, ഏതെങ്കിലും സൈഡിലോട്ട് തിളച്ച് തൂവിപ്പോയാൽ ആ ദോഷമൊന്നെങ്ങാനാണോ? അങ്ങനെ തിളച്ച് തൂവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പൊങ്കാല പൊങ്ങി വരുന്ന ഒരവസ്ഥ എന്നുള്ളത് മാത്രമാണ് മനസ്സിൻ്റെ ഒരു ഉണർവ് എന്നുള്ള രീതിയിൽ അതിനെ കാണേണ്ടതുള്ളൂ. പൊങ്കാലയുടെ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ഇത് നിർബന്ധമൊന്നുമില്ല. കോടി വസ്ത്രം അല്ലെങ്കിൽ നന്നായിട്ട് അലക്കി ഒരു വസ്ത്രം ധരിക്കണമെന്നുള്ളൂ. നമ്മൾ ഈ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് ചില വസ്ത്രങ്ങളൊക്കെ ചിലർക്ക് ധരിക്കുന്നുണ്ട്. അതൊന്നും പാടില്ല. നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി, ഇവയെല്ലാം നമുക്ക് വേണ്ടത്. ചിത്തം ശുദ്ധമായിട്ടിരിക്കണമല്ലോ. മാസമുറയുള്ള സ്ത്രീകൾ പൊങ്കാല സമർപ്പിക്കാൻ പാടില്ല. മാസമുറ തുടങ്ങി 7 ദിവസം കഴിഞ്ഞാൽ ശുദ്ധമായെന്ന് ബോധ്യമുള്ളവർക്ക് അത് കഴിഞ്ഞിട്ട് പൊങ്കാലിടാം. പക്ഷേ 7 കഴിയുമ്പോൾ 8ൻ്റെ അന്ന് പൊങ്കാലിടാൻ പറ്റില്ല. കാര്യം 7 കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം വ്രതം വേണം. ഒരു ദിവസത്തെങ്കിലും വ്രതം കഴിഞ്ഞിട്ട് വേണം ഇടേണ്ടത്. അപ്പോൾ 8, 9 ആകുമ്പോഴേ നമുക്ക് പൊങ്കാലിടാൻ പറ്റുള്ളൂ. പുലവാലായ്മയുള്ളവർ പൊങ്കാല ഇടരുതെന്നാണ്. കുടുംബത്തിനകത്ത് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം വരെ പൊങ്കാല ഇടാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതൊന്നും കുഴപ്പമില്ല. 16 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകാം. പിന്നെ അസ്ഥി വച്ച് പൂജ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ ചിലർ പോകാറില്ല എന്നുള്ളതാണ്. പൊങ്കാല തിളച്ച ശേഷമേ ജലപാനം പോലും പാടുള്ളൂ എന്നാണ്. കരിക്കോ പഴമോ കഴിച്ചു വേണം വ്രതം അവസാനിപ്പിക്കാമെന്നും പറയുന്നുണ്ട്. ഇനി 101 കലം പൊങ്കാലയൊക്കെ ചിലർ വയ്ക്കും. അഭീഷ്ടസിദ്ധിക്കുള്ള വഴിപാടാണ് സാധാരണ 101 കലം 108 കലമൊക്കെ പൊങ്കാല ഇടുന്നത്. ഇത് ഒരേ സമയം അടുപ്പിൽ വയ്ക്കണമെന്നില്ല. നേദിക്കും മുമ്പ് 101 കലവും പൊങ്കാലയും അല്ലെങ്കിൽ 108 കലവും പൊങ്കാല തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. നേർച്ചക്കാരെ മറ്റുള്ളവർക്ക് സഹായിക്കാവാം. മറ്റാരെങ്കിലും വന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാനിട്ട പൊങ്കാലയില്ലല്ലോ, അയാളിട്ട പൊങ്കാലയാണല്ലോ എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും കൂടി ചേർന്നിട്ടൊക്കെയാണ് ഈ പൊങ്കാലകൾ പൂർണ്ണമായിട്ട് തീർക്കുന്നത്. പിന്നെ പൊങ്കാല ഈ പ്രസാദം എല്ലാം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. അവിടെ സന്നദ്ധ സംഘടനക്കാരുണ്ടാവാം, അവർക്ക് കൊടുക്കാം. ക്ഷേത്ര ഭാരവാഹികളുണ്ടാവാം, അവർക്ക് കൊടുക്കാം. സ്ത്രീകളാണ് പ്രധാനമായിട്ട് പൊങ്കാല ഇടുന്നതെങ്കിലും പുരുഷന്മാർ പൊങ്കാല ഇടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ക്ഷേത്രത്തിലെ ഭണ്ഡാര അടുപ്പിൽ പുരുഷന്മാരാണ് പൊങ്കാല ഇടുന്നത്. പണ്ട് പുരുഷന്മാർ പൊങ്കാല ഇടുമായിരുന്നു. ക്രമേണ സ്ത്രീകളുടെ ശബരിമല എന്ന പേര് ആറ്റുകാൽ നേടിയെടുത്തോടുകൂടി സ്ത്രീകൾ മാത്രം പൊങ്കാല ഇടുന്നതായിട്ട് ഒരു ചടങ്ങ് വന്നതാണ്. അതുപോലെ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ പൊങ്കാല ഇടുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. എന്നാൽ സ്വയം പൊങ്കാല ഇടുന്നതാണ് ഏറെ ഉത്തമം. അതിന് കഴിയാത്തവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് പൊങ്കാല ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. പൊങ്കാലച്ചോറ് അധികം വന്നാൽ അഴുക്കുചാലിൽ കളയരുത്. ഒഴുക്കുവെള്ളത്തിൽ കളയുന്നതാണ് ഉത്തമം. ഒഴുക്കി വിടുക. പൊങ്കാല ദിവസം നടക്കുന്ന വഴിപാടുകൾ മറ്റ് 2 പ്രധാന ഇനങ്ങൾ പെൺകുട്ടികളുടെ താലപ്പൊലിയും ആൺകുട്ടികളുടെ കുത്തിയോട്ടമാണ്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ 2 വഴിപാടുകളും നടത്തുന്നത്. കുട്ടികളെ കിട്ടിക്കഴിയുമ്പോൾ അവരെ കൊണ്ടിത് ചെയ്യിക്കാമെന്ന്. ആൺകുട്ടിയെ ലഭിക്കാൻ കുത്തിയോട്ടവും പെൺകുട്ടിക്കായി താലപ്പൊലിയും ചെയ്യാറുണ്ട്. ചതുർബാഹുവായ ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയാണ് ആറ്റുകാലിലേത്. ദാരിക നിഗ്രഹം കഴിഞ്ഞ് രൗദ്രഭാവം കുറഞ്ഞ് ശാന്തയായി മാറിയ മാതൃസങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. വടക്കാണ് ദർശനം. ദേവിയെ കൂടുതൽ ശാന്തസ്വരൂപിണിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായിട്ട് ശിവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. വരിക്കപ്ലാവിൻ്റെ കാതലിലാണ് ഈ ചതുർബാഹു വിഗ്രഹം പണിതിരിക്കുന്നത്. ഇതിൽ സ്വർണവും പൊതിഞ്ഞിട്ടുണ്ട്. അന്നപൂർണേശ്വരി എന്ന സങ്കല്പവും ഇതിൽ പറയുന്നുണ്ട്. ഈ ഭാവം കുടികൊള്ളുന്നത് കൊണ്ട് കൂടിയാണ് പൊങ്കാലയ്ക്ക് പ്രാധാന്യം വരുന്നത്. പ്രധാന പ്രതിഷ്ഠ കൂടാതെ ശ്രീകോവിലിൽ അഭിഷേക വിഗ്രഹവും ശിവേലി വിഗ്രഹമുണ്ട്. ഇവ പഞ്ചലോഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അഭിഷേക സമയത്ത് ഈ പഞ്ചലോഹ വിഗ്രഹം സോപാനത്തിലേക്ക് മാറ്റുന്നുണ്ട്. സോപാനത്തിൽ വെച്ചാണ് അഭിഷേകം നടത്തുന്നത്. ക്ഷേത്ര ചടങ്ങുകളും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. നിർമ്മാല്യ ദർശനം രാവിലെ 5 മണിക്കാണ്. 5 മണിക്ക് നിർമ്മാല്യ ദർശനം നടക്കും. പ്രധാന വിഗ്രഹത്തിൽ നിന്ന് ദേവിയെ ആവാഹിച്ച് അഭിഷേക വിഗ്രഹത്തിലേക്ക് മാറ്റുന്നത് ഈ സമയത്താണ്. തുടർന്ന് വിഗ്രഹം മുഖമണ്ഡപത്തിലെ പീഠത്തിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ചാണ് അഭിഷേകങ്ങൾ നടത്തുന്നത്. ശംഖാഭിഷേകം, കളഭം, പാല്, കരിക്ക്, പഞ്ചാമൃതം, കലശം തുടങ്ങിയവയാണ് പ്രധാന അഭിഷേകങ്ങൾ. കലശാഭിഷേകമാണ് ഇതിലെ ഏറ്റവും പ്രധാനം. ദിവസം 1 കളഭാഭിഷേകം എന്ന രീതിയിലാണ് നടത്തുന്നത്. ഭക്തർ നേർച്ചയായിട്ടാണ് കളഭാഭിഷേകം നടത്തുന്നത്. ബുക്ക് ചെയ്ത് വർഷങ്ങൾ കാത്തിരുന്നാലേ കളഭാഭിഷേകം നടത്താനാകൂ. കളഭാഭിഷേകം 2 വിധത്തിൽ നടത്താറുണ്ട്. സ്വർണ്ണക്കുടത്തിലും വെള്ളിക്കുടത്തിലുമാണ് കളഭാഭിഷേകം നടത്തുന്നത്. കളഭപൂജ നടത്തുന്ന സ്ഥലത്ത് നിന്ന് പൂജിച്ചെടുക്കുന്ന കളഭക്കുടം മേൽശാന്തി സഹശാന്തിക്കോ കീഴ്ശാന്തിക്കോ നൽകുന്നു. ഈ കളഭക്കുടവും ആയിട്ട് ശാന്തി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നേർച്ചക്കാരനും കുടുംബത്തിനും
മറ്റ് അംഗങ്ങൾക്കും അദ്ദേഹത്തെ അനുഗമിക്കാം. എന്നാൽ മറ്റ് ഭക്തർ ഈ സമയം ശാന്തിക്കൊപ്പം പ്രദക്ഷിണം വയ്ക്കാൻ പാടില്ല എന്നാണ്. പ്രദക്ഷിണം കഴിഞ്ഞ് കലശത്തിലെ കളഭം ദേവിക്ക് അഭിഷേകം ചെയ്യും. തുടർന്ന് ദീപാരാധന നടത്തും. പട്ട്, തെറ്റിമാല, കളഭം, ശർക്കര പായസം എന്നിവ നേർച്ചക്കാരന് പ്രസാദമായിട്ട് കൊടുക്കുകയും ചെയ്യും. ആഗ്രഹ നിവൃത്തിയാണ് കളഭാഭിഷേകത്തിൻ്റെ ഫലം. സർവാഭീഷ്ട സിദ്ധിക്കാണ് അവിടെ പുഷ്പാഭിഷേകം നടത്തുന്നത്. ആറ്റുകാലിലെ മറ്റൊരു പ്രധാന അഭിഷേകവും കൂടിയാണ് ഈ പുഷ്പാഭിഷേകം. മുൻകൂർ ബുക്ക് ചെയ്യാതെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന അഭിഷേകമാണ് ഇതെന്നുണ്ട്. പക്ഷേ പലപ്പോഴും തിരക്കുകൾ കാരണം ഇപ്പോൾ ബുക്കിംഗ് ആവശ്യമുണ്ട്. ഉത്സവ കാര്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നോക്കാം. സാധാരണ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് മുമ്പ് നടക്കുന്ന പ്രധാന ചടങ്ങാണ് കൊടിയേറ്റ്. എന്നാൽ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊടിയോ കൊടിമരമോ ഇല്ല. അതിനു പകരമായി നടക്കുന്ന ചടങ്ങുകളാണ് കാപ്പുകെട്ടും കാപ്പഴിക്കലും. കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യം ആറ്റുകാലിൽ വരുന്നു എന്നതാണ് ഇതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത്. കാപ്പുകെട്ട് മുതൽ 9 ദിവസം ഉത്സവമാണ്. കാപ്പുകെട്ട് തൊഴാനെത്തുന്ന ഭക്തജനങ്ങൾ കാപ്പഴിക്കലിനും ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധം പറയുന്നുണ്ട്. ക്ഷേത്രത്തിന് മുമ്പിൽ താൽക്കാലികമായി നിർമ്മിക്കുന്ന പച്ചോല പന്തലിലാണ് ചടങ്ങ് നടക്കുക. പന്തലിനുള്ളിൽ മെടഞ്ഞെടുക്കുന്ന പച്ചോലക്കീറിലിരുന്ന് തോറ്റം പാട്ടുകാർ പാട്ട് തുടങ്ങുന്നു. 9 ദിവസങ്ങൾ കൊണ്ട് ഇവർ കണ്ണകീചരിതം പാടിത്തീരും. കൊടുങ്ങല്ലൂർ അമ്മയുടെ വരവിനു വേണ്ടി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടാണ് പാട്ട് തുടങ്ങുന്നത്. പാട്ടിലൂടെ ഒരുക്കങ്ങൾ വിവരിച്ച് കൊടുങ്ങല്ലൂർ അമ്മയുടെ വരവിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നു. പാട്ടുകാരിൽ പ്രധാനിയായ ആശാൻ എന്ന് പറയുന്നു. ആശാൻ വലത് കണ്ണടച്ച് ഇടത് കണ്ണുകൊണ്ടും ഇടതു കണ്ണടച്ച് വലത് കണ്ണുകൊണ്ടും ശ്രീകോവിലേക്ക് നോക്കും. ശ്രീകോവിലിനുള്ളിലേക്ക് ഒരു ദിവ്യപ്രകാശം അന്തരീക്ഷത്തിൽ നിന്ന് പ്രവേശിക്കുന്നതായി കണ്ടാലുടൻ കൊടുങ്ങല്ലൂരമ്മ വന്നതായി ആശാൻ പാട്ടിലൂടെ അറിയിക്കുന്നു. ഈ സമയത്ത് ക്ഷേത്രം തന്ത്രി ആറ്റുകാലമ്മയുടെ വാളിലേക്ക് കൊടുങ്ങല്ലൂരമ്മയെ ആവാഹിക്കും. ആവാഹിച്ച വാളിൽ പഞ്ചലോഹ നിർമ്മിതമായ കാപ്പ് കെട്ടുന്നു. മറ്റൊരു കാപ്പ് മേൽശാന്തിയുടെ കയ്യിലും കെട്ടുന്നു. കൊടുങ്ങല്ലൂരമ്മ എത്തുന്നു എന്നറിയുന്ന നിമിഷം ദിക്കുകൾ പൊട്ടുന്ന കതിനാവെടിയും കൂട്ടമണിയും കുരവയും അമേ നാരായണ ജപവും കൊണ്ട് ക്ഷേത്രവും പരിസരവും ശബ്ദമുഖരിതമാകും. കാപ്പ് കെട്ടിയതിന് ശേഷം ദീപാരാധന ചടങ്ങ് നടക്കും. കുംഭമാസത്തിലെ കാർത്തിക നാളിലാണ് കാപ്പുകെട്ട് നടക്കുന്നത്. പൊങ്കാലയുടെ തൊട്ടടുത്ത ദിവസമാണ് കാപ്പഴിക്കൽ ചടങ്ങ് നടക്കുക. ഉത്രാനക്ഷത്രത്തിലാണ് ഇത് നടക്കുന്നത്. ഇതിന് മുഹൂർത്തം ജ്യോത്സ്യർ നേരത്തെ കുറിച്ചു കൊടുക്കും. കാപ്പഴിക്കലിനെ തുടർന്ന് കുടിയിളക്കലും കുരുതി സമർപ്പണവും നടക്കും. കാപ്പഴിക്കും മുമ്പ് തോറ്റംപാട്ടുകാർ പൊലിപ്പാട്ട് പാടും. സ്തുതിഗീതങ്ങളാൽ അമ്മയെ വാഴ്ത്തിയതിനു ശേഷം ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും നന്മയും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് തന്ത്രി ആറ്റുകാലമ്മയുടെ മൂലമന്ത്രങ്ങൾ ഉരുവിട്ട് അമ്മയുടെ സ്വർണം പൂശിയ ഉടവാളിൽ നിന്ന് നേരത്തെ ബന്ധിച്ചു വെച്ച കാപ്പഴിച്ച് മാറ്റും. ഒപ്പം മേൽശാന്തിയുടെ കയ്യിൽ നിന്നും കാപ്പഴിച്ച് മാറ്റും. കാപ്പുകെട്ട് നാൾ പുറപ്പെടാശാന്തിയായി കഴിയുന്ന മേൽശാന്തി അതോടെ പുറപ്പെടാശാന്തി അല്ലാതാവും. കൊടുങ്ങല്ലൂർ അമ്മയെ ആചാരവിധിയോടുകൂടി യാത്രയാക്കി കൊടുങ്ങല്ലൂരിൽ എത്തിക്കുന്ന സമയത്താണ് കാപ്പഴിക്കൽ ചടങ്ങ്. അതിനുശേഷം മേൽശാന്തി ദിവ്യവും പഞ്ചലോഹ നിർമ്മിതവുമായ കാപ്പുകൾ പ്രധാന പാട്ടുകാരനെ ഏൽപ്പിക്കും. തുടർന്ന് ആറ്റുകാലമ്മയുടെ മൂലവിഗ്രഹത്തിന് പിന്നിൽ ഞൊറിയിട്ട തൂവെള്ള നിറത്തിൽ സ്വർണ്ണക്കസവുള്ള നേരിത് അഴിച്ചുമാറ്റി ആചാരപ്രകാരം മടക്കി അതും പ്രധാന പാട്ടുകാരന് നൽകും. അതോടെ ഉത്സവം പൂർത്തീകരിക്കുകയും ചെയ്യും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആറ്റുകാൽ പൊങ്കാലയുമായിട്ടുള്ള വിശേഷപ്പെട്ട കുറച്ച് അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ അറിവുകളും നിങ്ങൾക്ക് എന്നും ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. 1 മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അഡ്മിൻ അത് നോട്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കും. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. കാരണം എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ പുതുതായിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ
വീണ്ടും കാണാം കേട്ടോ. കൂടുതൽ കാര്യങ്ങൾ തൊട്ടടുത്ത് വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു വീഡിയോ തന്നെ എല്ലാം പറഞ്ഞു പോയാൽ ദൈർഘ്യം കാരണം നിങ്ങളെല്ലാം കാണാനൊന്നും സാധ്യതയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ എല്ലാവർക്കും പൊങ്കാല ഇടാനുള്ള സൗഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും അമ്മ ആറ്റുകാലമ്മ നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.